മേയറാകും എന്നുള്ള ഒരു വാഗ്ദാനത്തിന്റെ പുറത്താണ്. നമുക്കതിനെ എതിർത്ത് നിന്നുകൊണ്ട് പോടാ പുല്ല എന്ന് പറഞ്ഞിറങ്ങി ഓടാൻ എനിക്ക് പറ്റില്ല. ഒട്ടുമില്ല. ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന വാർത്ത. ഒടുവിൽ ആർ ശ്രീലേഖ തന്നെ സങ്കടത്തോടെ അത് തുറന്നു പറയുകയാണ്. താനായിരുന്നു തിരുവനന്തപുരത്തെ BJPയുടെ മേയർ മുഖം. പക്ഷെ പിന്നീട് വെട്ടി. പോടാ പുല്ലേ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് കൗൺസിലറായി തുടരുന്നു. എന്നെ ഈ ഇലക്ഷന് നിർത്തിയത് തന്നെ കൗൺസിലറായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല, മേയറാകും എന്നുള്ള ഒരു വാഗ്ദാനത്തിന്റെ പുറത്താണ്. ഞാനായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖം. കാൻഡിഡേറ്റ്സിന് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട ആളായിരിക്കണം. അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നതും. അങ്ങനെയുള്ള ഒരു പടമാണ് എല്ലായിടത്തും കൊടുത്തിരുന്നതും. എല്ലാ പത്രങ്ങളുടെ ചർച്ചകൾക്കും ഒക്കെ എന്നെയാണ് വിട്ടുകൊണ്ടിരുന്നത്. ഇത് ലാസ്റ്റ് മിനിറ്റ് വരെ അങ്ങനെ തന്നെയാണ് ഞാനും കേട്ടിരുന്നത്. പക്ഷേ എന്തോ കാരണങ്ങൾ കൊണ്ട് അവസാന നിമിഷം മാറി. ശ്രീലേഖയുടെ ഈ തുറന്നു പറച്ചിലിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ? ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖം വാർത്തയായതിനു പിന്നിൽ BJPക്കുള്ളിലെ രാഷ്ട്രീയ വടംവലി ഉണ്ടെന്ന് തന്നെയാണ് സൂചന. ആ വടംവലിയുടെ ഒരു വശത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ്, മറുവശത്ത് K. സുരേന്ദ്രനാണ്. ശ്രീലേഖയെ മേയർ സ്ഥാനത്ത് നിന്ന് വെട്ടിയ സുരേന്ദ്രൻ പക്ഷത്തിനുള്ള മറുവെട്ടാണ് ശ്രീലേഖയുടെ പുതിയ പരാമർശം എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു, എന്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നതിലേക്കെല്ലാം വിശദമായി പിന്നാലെ എത്താം. അതിനു മുമ്പ് ശ്രീലേഖ പിന്നീട് മുഖ്യധാരാ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കൂടി പരിശോധിക്കണം. മേയറാക്കാത്തതിൽ തനിക്ക് അതൃപ്തിയൊന്നുമില്ല. താൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തുറന്നു പറഞ്ഞത് മാത്രമാണ്. അതിൽ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും വിജയിപ്പിച്ചെടുക്കണം, അതുപോലെ മേയറായിട്ട് പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങൾ ഇനി ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. ഒട്ടുമില്ല. അങ്ങനെ പറ്റിക്കപ്പെടേണ്ട സാഹചര്യമേ ഇല്ല. സാധാരണ നമ്മൾ കണ്ടുവരുന്നത് അതെന്താ അറിയോ, നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ, എനിക്ക് അങ്ങനെയല്ല. ഒപ്പം ഒരു കാര്യം കൂടി ശ്രീലേഖ പറയുന്നുണ്ട്. മേയർ സ്ഥാനം സംബന്ധിച്ച് നിരവധി ചർച്ചകൾ നടന്നു, പക്ഷേ തന്നെ അതൊന്നും അറിയിച്ചില്ല. രാഷ്ട്രീയക്കാർക്കില്ലാത്ത ഇന്റഗ്രിറ്റി ഉള്ളത് കൊണ്ടാണ് താൻ ഇക്കാര്യം തുറന്നു പറയുന്നത് എന്നുമാണ് ശ്രീലേഖ മേഡം പറയുന്നത്. എനിക്കറിയില്ല, ഇത് എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് ഞാന് രാഷ്ട്രീയക്കാർക്ക് ചേരാത്ത ഒരു ഓണസ്റ്റി എനിക്കുണ്ട്, ഒരു സത്യസന്ധതയും ഒരു ഇന്റഗ്രിറ്റിയും എനിക്കുണ്ട്. അതുകൊണ്ട് സത്യസന്ധമായിട്ട് പറയാനേ എനിക്കറിയൂ. എനിക്ക് കിടന്ന് വരവാൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് സത്യമാണ്. ഇങ്ങനെ പറഞ്ഞിരുന്നു, പ്ലാൻ ചെയ്ത് സംസ്ഥാന നേതൃത്വം എഴുതിത്തരുന്ന ഡ്രാഫ്റ്റ് അനുസരിച്ച് അഭിനയിക്കുകയാണോ വേണ്ടത്? അതാണോ നിങ്ങൾ പറയുന്നത്? അതായത് മേയർ ആക്കുമെന്ന് പറഞ്ഞ് മത്സരിപ്പിച്ച ശേഷം ചതിച്ചു എന്ന വികാരം തന്നെയാണ് ശ്രീലേഖയുടെ വാക്കുകളിൽ ഉള്ളത്. മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ നിന്ന് മത്സരിക്കാൻ താല്പര്യമില്ല എന്നും ശ്രീലേഖ വ്യക്തമാക്കുന്നുണ്ട്. ഒത്തുതീർപ്പ് ചർച്ചയൊന്നും നടന്നിട്ടില്ല എന്ന കാര്യവും ശ്രീലേഖ എടുത്തെടുത്ത് പറയുന്നു. തനിക്ക് അതൃപ്തിയൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീലേഖ ഇക്കാര്യങ്ങളെല്ലാം പറയുന്നത് എങ്കിലും ശ്രീലേഖയുടെ വാക്കുകളിൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ വലിയ അതൃപ്തിയിലാണ് അവരുള്ളത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശ്രീലേഖയുടെ ഈ തുറന്നു പറച്ചിലിന് പിന്നിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം ഒരു സമ്മർദ്ദ തന്ത്രമാണ്. തനിക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടാനും ചില കാര്യങ്ങളിൽ തനിക്ക് ഉറപ്പ് കിട്ടാനും വേണ്ടിയുള്ള ശ്രീലേഖയുടെ സമ്മർദ്ദം. ശ്രീലേഖ ഇക്കാര്യം പറഞ്ഞ സമയവും സന്ദർഭവും കൂടി നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കണം. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. കോർപ്പറേഷന്റെ വിജയാഘോഷത്തിന്, അതായത് കോർപ്പറേഷനിൽ BJP വിജയിച്ചതിൻ്റെ ആഘോഷത്തിന് അമിത്ഷാ തിരുവനന്തപുരത്ത് വരുന്നതിന് തൊട്ടു മുമ്പാണ് ശ്രീലേഖ ഈ വെടിപൊട്ടിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. മാത്രമല്ല, പിന്നാലെ മോദിയും തലസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലുള്ള ശ്രീലേഖയുടെ ഈ തുറന്നു പറച്ചിൽ കാരണം BJPക്ക് അവരുമായി ചർച്ച നടത്തേണ്ട സാഹചര്യമാണ് ഇതിലൂടെ വന്നു ചേർന്നിരിക്കുന്നത്. ചർച്ചയുടെ ആവശ്യമൊന്നും ഇല്ല എന്ന് ശ്രീലേഖ പറയുമ്പോഴും അവർക്ക് ചില ഉറപ്പുകൾ നൽകേണ്ട സ്ഥിതിയിലേക്കാണ് BJP എത്തിയിരിക്കുന്നത്. K. സുരേന്ദ്രൻ പക്ഷത്തിനെതിരായ ഒളിയമ്പാണ് ശ്രീലേഖയുടെ ചില പരാമർശങ്ങൾ എന്നതും ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെയാണ് VV രാജേഷ് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാതെ വിട്ടത്. ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന വാർത്ത കേട്ടില്ലെന്ന് പറയുമ്പോൾ അലക്സ് വിലാൽ ഓരോ അക്ഷരം ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീലേഖയായിരുന്നു മുഖം, BJP അവതരിപ്പിച്ച മുഖം. ആ ഓൺലൈനിൽ പറയുന്ന വാർത്ത ഞങ്ങൾ കേട്ടില്ല. എന്തായാലും ആർ ശ്രീലേഖയുടെ പുതിയ നീക്കത്തിന് പിന്നിൽ രാജീവ് ചന്ദ്രശേഖർ ഉണ്ട് എന്ന് തന്നെയാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ശ്രീലേഖ ഇത്രയും നാളും ഒന്നും പറയാതിരുന്നിട്ട് ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്? അതാണ് രണ്ടാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം. കഴിഞ്ഞ ദിവസം നടന്ന BJP കോർ കമ്മിറ്റി യോഗവുമായി ശ്രീലേഖയുടെ ഇപ്പോഴത്തെ നീക്കത്തിന് അല്ലെങ്കിൽ വെളിപ്പെടുത്തലിന് ബന്ധമുണ്ട്. ഈ കോർ കമ്മിറ്റി യോഗത്തിൽ വട്ടിയൂർക്കാവ് സീറ്റ് തനിക്ക് വേണമെന്ന് K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നു. ആ സീറ്റ് ഇല്ലെങ്കിൽ താൻ മത്സരിക്കാനില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. അതായത് സംസ്ഥാന നേതൃത്വം, അതായത് രാജീവ് ചന്ദ്രശേഖറും സംഘവും
ആർ ശ്രീലേഖയ്ക്ക് മേയർ സ്ഥാനം കിട്ടാത്തതിലുള്ള അനുനയ രീതി അല്ലെങ്കിൽ നീക്കം എന്നുള്ള നിലയിൽ ഉറപ്പ് നൽകിയ വട്ടിയൂർക്കാവ് സീറ്റ് വേണമെന്ന് BJPയിലെ മുതിർന്ന നേതാവ് തന്നെ ആവശ്യം ഉന്നയിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അതിനെ മറികടക്കാനുള്ള ബദൽ നീക്കത്തിന്റെ ഭാഗമായാണ് രാജീവ് ചന്ദ്രശേഖർ പക്ഷം ശ്രീലേഖയെ ഇറക്കി കളിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല എങ്കിൽ, അതായത് ശ്രീലേഖ അവകാശവാദം ഇപ്പോഴെങ്കിലും മുന്നോട്ട് വെച്ചിട്ടില്ല എങ്കിൽ സുരേന്ദ്രൻ വട്ടിയൂർക്കാവ് സീറ്റ് കൊണ്ടുപോകുമെന്ന് RC പക്ഷത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ശ്രീലേഖയുടെ തുറന്നു പറച്ചിൽ വഴി മേയർ സ്ഥാനം സംബന്ധിച്ച വിവാദം, ഒപ്പം വട്ടിയൂർക്കാവ് സീറ്റ്, ഇതെല്ലാം RC പക്ഷം വീണ്ടും ചർച്ചയാക്കുന്നത്. ഇതോടെ ശ്രീലേഖയെ എങ്ങനെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വന്നു ചേരും എന്നാണ് RC പക്ഷം കണക്കാക്കുന്നത്. അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇത് ചർച്ചയാകാനും സാധ്യതയുണ്ട്. ഇതെല്ലാം മുൻകൂട്ടി കണ്ട് തന്നെയാണ് RC പക്ഷത്തിന്റെ നീക്കം എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മറുപക്ഷത്ത് മുരളീധര സുരേന്ദ്ര പക്ഷവും വെറുതെ ഇരിക്കില്ല. നേമത്ത് ഏകപക്ഷീയമായ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച രാജീവ് ചന്ദ്രശേഖരുടെ രീതിയെ അവർ ചോദ്യം ചെയ്യാനാണ് സാധ്യത. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 3 നിയമസഭാ മണ്ഡലങ്ങളിലാണ് BJPക്ക് ഭൂരിപക്ഷം കിട്ടിയത്. നേമം കൂടാതെ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്. ഇതിൽ നേമത്തിന് പുറമെ വട്ടിയൂർക്കാവ് കൂടി തനിക്ക് താല്പര്യമുള്ള ആൾക്ക്, അതായത് ആർ ശ്രീലേഖയ്ക്ക് കൊടുക്കാനാണ് രാജീവ് ചന്ദ്രശേഖർ ചരടുവലി നടത്തുന്നത്. അത് പൊളിക്കാനാണ് വട്ടിയൂർക്കാവ് ആവശ്യപ്പെട്ട് കെ സുരേന്ദ്രൻ കോർ കമ്മിറ്റി യോഗത്തിൽ നേരിട്ട് രംഗത്തെത്തിയത്. അതായത് രാജീവ് ചന്ദ്രശേഖറിനൊപ്പം നിൽക്കുന്ന ശ്രീലേഖയെ വീണ്ടും വെട്ടാനുള്ള സുരേന്ദ്രപക്ഷത്തിന്റെ നീക്കമായി ഇതിനെ നമ്മൾ നോക്കിക്കാണണം. എന്താണ് കെ സുരേന്ദ്രൻ ഈ കോർ കമ്മിറ്റി യോഗത്തിൽ ഉന്നയിച്ച അവകാശവാദങ്ങൾ എന്നതും ശ്രദ്ധിക്കണം. തൻ്റെ മുൻ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളെ കണക്കിലെടുത്ത് വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് തനിക്ക് നൽകണമെന്നാണ് കെ സുരേന്ദ്രൻ വാദിച്ചത്. നമുക്കറിയാം, കെ സുരേന്ദ്രൻ 3 തവണ ലോക്സഭയിലേക്കും 4 തവണ നിയമസഭയിലേക്കും മത്സരിച്ചയാളാണ്. 2016 മഞ്ചേശ്വരത്ത് നിന്ന് 89 വോട്ടുകൾക്ക് മാത്രമാണ് സുരേന്ദ്രൻ തോറ്റത്. പിന്നീട് കോന്നിയിൽ മത്സരിച്ചപ്പോഴെല്ലാം ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കെ സുരേന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ വിജയസാധ്യതയുള്ള മണ്ഡലം എന്ന നിലയിൽ വട്ടിയൂർക്കാവ് തരണമെന്നാണ് സുരേന്ദ്രൻ ആവശ്യപ്പെടുന്നത്. ഇല്ലെങ്കിൽ മത്സരിക്കുന്നില്ല എന്നും സുരേന്ദ്രൻ തീർത്തു പറയുന്നു. സുരേന്ദ്രൻ പാലക്കാട് അല്ലെങ്കിൽ തൃശ്ശൂർ മത്സരിക്കുമെന്നാണ് നേരത്തെ ചില വാർത്തകൾ വന്നിരുന്നത്. അതെല്ലാം തള്ളി തനിക്ക് വേണ്ടത് വട്ടിയൂർക്കാവ് തന്നെയാണ് എന്ന് നേരിട്ട് പറഞ്ഞിരിക്കുകയാണ് സുരേന്ദ്രൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭ കിട്ടിയെങ്കിലും BJPയുടെ അവിടുത്തെ പ്രകടനം അത്ര മെച്ചപ്പെട്ടതായിരുന്നില്ല. തൃശ്ശൂരിലാണെങ്കിൽ വലിയ പരാജയമാണ് BJP ഏറ്റുവാങ്ങിയത്. അതേസമയം തിരുവനന്തപുരത്ത് BJPക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനും കഴിഞ്ഞു. ഇതും കൂടി കണക്കിലെടുത്താണ് സുരേന്ദ്രൻ വട്ടിയൂർക്കാവ് സീറ്റ് ആവശ്യപ്പെടുന്നത്. അതിലൂടെ RC പക്ഷത്തെ അല്ലെങ്കിൽ ആർ ശ്രീലേഖയെ വെട്ടുകയും ചെയ്യാം. വട്ടിയൂർക്കാവിന്റെ പേര് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖർ പക്ഷവും സുരേന്ദ്ര പക്ഷവും തർക്കമുണ്ടായാൽ കേന്ദ്ര നേതൃത്വത്തിന്റെ മുന്നിലേക്ക് ഉറപ്പായും കാര്യങ്ങൾ പോകും. അപ്പോൾ തങ്ങളുടെ പക്ഷത്തെ വാദങ്ങൾ സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് RC പക്ഷം ശ്രീലേഖയെ ഇപ്പോഴേ രംഗത്തിറക്കിയിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്രീലേഖയെ പോലൊരു വ്യക്തിത്വത്തെ പിണക്കാൻ കേന്ദ്ര നേതൃത്വം തയ്യാറാകില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പക്ഷം വിചാരിക്കുന്നത്. മാത്രമല്ല, ഇത് സംബന്ധിച്ച് അവർക്ക് നൽകിയ ഉറപ്പും രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കും. അതായത് മേയർ സ്ഥാനം നൽകാത്തത് കൊണ്ട് വട്ടിയൂർക്കാവ് സീറ്റ് നൽകാമെന്നുള്ള ഉറപ്പ്, അതും കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലേക്ക് വയ്ക്കും. കേന്ദ്ര നേതൃത്വത്തിലെ ചില നേതാക്കളുടെ അറിവോടുകൂടിയാണ് ആ ഉറപ്പ് ആർ ശ്രീലേഖയ്ക്ക് നൽകിയത് എന്നുള്ള കാര്യവും രാജീവ് ചന്ദ്രശേഖർ ഓർമ്മപ്പെടുത്തും. ഒപ്പം അവർ കൂടി പങ്കുചേർന്ന തിരുവനന്തപുരത്തെ വിജയവും, അതായത് ആർ ശ്രീലേഖ കൂടി പങ്കുചേർന്ന തിരുവനന്തപുരത്തെ വിജയവും രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടും. കൂടാതെ അവർ തിരുവനന്തപുരത്തുകാരിയാണ് എന്നുള്ള കാര്യവും അവിടെ സ്വാഭാവികമായും ചർച്ചയാകും. എന്നാൽ കെ സുരേന്ദ്രൻ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോയാൽ RC പക്ഷത്തിന്റെ നീക്കം തള്ളിപ്പോകാനാണ് സാധ്യത. മുതിർന്ന നേതാവ് എന്ന നിലയിൽ സ്വാഭാവികമായും കെ സുരേന്ദ്രന് മുൻതൂക്കം കിട്ടാൻ തന്നെയാണ് സാധ്യത. വി രാജേഷിനെ മേയറാക്കാൻ ഇടപെട്ട RSS നേതൃത്വവും സുരേന്ദ്രനായി രംഗത്തിറങ്ങുമെന്നാണ് സൂചന. എന്തായാലും വട്ടിയൂർക്കാവ് സീറ്റ് വരും ദിവസങ്ങളിൽ BJPക്കുള്ളിൽ വലിയ ചർച്ചയാകാൻ തന്നെയാണ് സാധ്യത. അതിനാണ് ആർ ശ്രീലേഖ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. പിന്നിൽ നിന്ന് ചരട് വലിക്കുന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ അടുത്ത നീക്കങ്ങൾ എന്ത് എന്നതും BJP രാഷ്ട്രീയം നോക്കുന്നവർ ഉറ്റുനോക്കുന്ന കാര്യമാണ്. മേയർ സ്ഥാനം പോലെ വട്ടിയൂർക്കാവ് സീറ്റും കൈവിട്ട് കളയാൻ RC പക്ഷം ഒരുക്കമല്ല. കെ സുരേന്ദ്രൻ പക്ഷവും മറുഭാഗത്ത് കടുത്ത നീക്കങ്ങൾ നടത്താൻ തന്നെയാണ് സാധ്യത. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.